വളരെ വളരെ സന്തോഷത്തോടെയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഇതൊരു ക്രിസ്മസ് പ്രോഗ്രാം എന്നുള്ളതിൽ ഉപരിയായി നമുക്കെല്ലാവർക്കും ഇപ്രകാരം ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നല്ലോ എന്നുള്ള ഒറ്റ കാരണമാണ് എനിക്ക് സന്തോഷം നൽകുന്നത്. അതിനോട് ചേർത്ത് പറയാനുള്ളത്, ഇത്രയും ബഹുമാനമുള്ള പെരുറവറൻ പറീസ് ജേക്കബ് ഫോറസ്റ്റ് എപ്പിസ്കോപ്പ അച്ഛൻ പറഞ്ഞ കാര്യമാണ്. അന്ന് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് പല പ്രോഗ്രാമുകളിലും പങ്കെടുത്തിട്ടുണ്ട്. പ്രോഗ്രാമിൽ മാത്രമല്ല, ഞങ്ങൾ പലപ്പോഴും കാണുമായിരുന്നു, വർത്താനം പറയുമായിരുന്നു, സ്നേഹാന്വേഷണം, കൃഷ്ണ അന്വേഷണമൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നല്ലൊരു ബന്ധം ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ട് സൂക്ഷിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഞാനല്ല, അച്ഛനാണത് കൂടുതലും സൂക്ഷിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിചാരം. മാത്രമല്ല, നമ്മുടെ ഈ കട്ടപ്പന ടൗണിലുള്ള സഭകൾ തമ്മിൽ, പ്രത്യേകിച്ച് എപ്പിസ്കോപ്പൽ സഭകൾ തമ്മിൽ വളരെ നല്ലൊരു ബന്ധം അന്ന് ഉണ്ടായിരുന്നു. ഇന്നും അത് വളരെ ഊഷ്മളമായി തുടരുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഇന്ന് ഈ കാണുന്ന സംവിധാനങ്ങളൊന്നുമില്ല. ഇത് അന്ന് തുടങ്ങിയ കാലങ്ങളിൽ 1-2 പ്രോഗ്രാം നമ്മുടെ കട്ടപ്പന ടൗണിൽ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിൽ നടന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് വരുന്ന ടീമുകൾക്കൊക്കെ എല്ലാവർക്കും സമ്മാനം ഉണ്ടായിരുന്നു. മത്സരം അന്നും ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിചാരം, ഓർമ്മ. മത്സരമില്ലായിരുന്നു, എല്ലാവർക്കും വരുന്നവർക്ക് സമ്മാനം കൊടുക്കും. വെള്ളി വിഷൻ അന്ന് അതിന് മുൻകൈ എടുത്ത് കൊടുത്തു. പിന്നീട് അത് വളരെ ഭംഗിയായി ഇപ്പം ഈ കാണുന്ന രീതിയിൽ വളരെ വളരെ ഒരു നിലവാരത്തിലും എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടും പോകുന്നത് കാണുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം. ഇത് എന്നെന്നും അങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്നേഹമുള്ള ജോർജ് നമ്മുടെ എക്യുമെനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ജനറൽ കൺവീനറായിട്ട് സ്വാഗതം പറഞ്ഞു. പല പ്രോഗ്രാമിൽ അതിനുശേഷം പിന്നീട് ഞങ്ങൾക്ക് കണ്ടുമുട്ടാൻ ഇടയായത് ഞാൻ ഓർക്കുന്നു. YMCയുടെ അത്രയും ബഹുമാനമുള്ള നാഷണൽ ട്രഷറർ റജി ജോർജ് ഇടയാറുമുള്ള സാറ് ഈ വേദിയിൽ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, അവരവരുടെ ഇടവകളിൽ നിന്ന് ഗായക സംഘങ്ങളെ പരിശീലിപ്പിച്ച് കൊണ്ടുവന്ന് ഇതിനെ സജീവമാക്കി തീർക്കുന്ന എത്രയും ബഹുമാനരായ വിവിധ സഭകളിൽ നിന്ന് വന്നിരിക്കുന്ന വികാരിയച്ഛന്മാർ, അച്ഛന്മാർ, അതുപോലെ തന്നെ സഭാ ശുശ്രൂഷകർ, വിവിധ സംഘടനകൾ ഇതിന് എല്ലാവിധമായി കൈയച്ചുള്ള സഹകരണം ചെയ്യുന്നുണ്ട്. മർച്ചൻ്റ് അസോസിയേഷൻ ഉൾപ്പെടെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇനിയും ധാരാളം ആളുകൾ ഇത് ചേർന്ന് ഭംഗിയായി കൊണ്ടുപോകാൻ 26 കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞതുപോലെ 27 കഴിഞ്ഞ് ഇത് മുമ്പോട്ട് പോകട്ടെ. അത് നമ്മുടെ ഒത്തൊരുമയുടെയും ഈ നാടിൻ്റെ നന്മയുടെയും പ്രതീകമായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. കട്ടപ്പന സെൻറ് ജോൺ CSI ഇടവകയ്ക്ക് ഇപ്രകാരം അതിനൊരു വേദി ഒരുക്കുവാനും അതുപോലെ തന്നെ അതിന് എല്ലാ സമയത്തും മുന്നിട്ട് ഇറങ്ങി പ്രവർത്തിപ്പാനും നേതൃത്വം നൽകുവാനും വികാരിയച്ഛനും പ്രത്യേകിച്ച് ബിനോയച്ഛനും സഭയ്ക്ക് ചുമതല നൽകുന്ന ഭരണസമിതി അംഗങ്ങളും സഭാമക്കളെല്ലാവരും കാണിക്കുന്ന ആ ഒരു ഉത്സാഹത്തിനും പ്രത്യേകിച്ച് സെൻറ് ജോൺസ് ഇടവകയും ഞാൻ അഭിനന്ദിക്കുന്നു. ക്രിസ്മസ് ആഘോഷം പല രീതിയിലാണ് ഉള്ളത്. പല ലക്ഷ്യങ്ങൾ അതിനുണ്ട്. ഓരോ അതിൽ പങ്കെടുക്കുന്നവർക്കും അല്ലെങ്കിൽ അതിൽ ഇടപെടുന്ന ആളുകളും. ഒന്ന്, ഇതൊരു ഉത്സവമാകിയാൽ ഒരു വിഭാഗം ജനങ്ങളുടെ അല്ല, എല്ലാ ദേശത്തിൻ്റെ ഉത്സവം എന്ന് പറഞ്ഞ പോലെ ലോകവ്യാപകമായി കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ്, അല്ലെങ്കിൽ പെരുന്നാളാണ്, അല്ലെങ്കിൽ ആഘോഷമാണ്, അല്ലെങ്കിൽ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് പരമായ കാര്യങ്ങളുണ്ട്, ഒരു വ്യാപാര ഒരു കാഴ്ചപ്പാട് അതിനുണ്ട്. നല്ല കാര്യം തന്നെ, കാരണം അതാണ് ഇതിനെ കൊഴിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്, അതും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. പക്ഷേ സ്നേഹ ബന്ധങ്ങളെ സൂചിപ്പിക്കാനാണ് ഉള്ളത് എങ്കിൽ പോലും മറ്റൊരു പ്രത്യേകത നമുക്കെല്ലാം ഒരുമിച്ച് കൂടാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അത്
പൈസ കൊടുത്താൽ കിട്ടുന്നതല്ല, പണം കൊടുത്താൽ കിട്ടുന്നതല്ല. അത് മൂലം നമുക്ക് ലഭിക്കുന്ന സന്തോഷം എന്ന് പറയും. അത് നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാട്ടുകൾ അവതരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരാൾ തന്നെയല്ല പാടുന്നത്, പല ആൾക്കാരാണ് വന്ന് പാടുന്നത്. അത്രയും പേരെ ഒരുമിച്ച് നിർത്തി ആ പാട്ടിൻ്റെ ശരിയായ രീതിയിൽ അവതരിപ്പിച്ചെടുക്കണമെങ്കിൽ ആ പാട്ട് പഠിപ്പിച്ച ലീഡേഴ്സൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഒരുമയാണ്, അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ അങ്ങനെ ഒരുമിച്ച് നിൽക്കാനുള്ള പറ്റത്തില്ല. തീർച്ചയായും അത് നമ്മൾ വളർത്തിയെടുക്കണം. ഇന്ന് പലപ്പോഴും സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് ഒരു ധാരണയില്ലാണ്ട് പോകുന്നതാണ്. ഇവിടെ ധാരണയില്ലാതെ പാട്ട് അവതരിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ഈ സ്റ്റേജിൽ നിന്ന് അത് നമ്മുടെ ഒരുപക്ഷെ സഭകളിലേക്കും വീടുകളിലേക്കും അത് വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം വീട്ടിൽ ഒരു ധാരണയുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ സന്തോഷമായിരിക്കും എന്നുള്ള കാര്യത്തിന് സംശയം. ഇച്ചിരി വിട്ടുവീഴ്ചയൊക്കെ ആവശ്യമാണ്. ഇവിടെയും ആ പാട്ട് അവതരിപ്പിക്കുമ്പോൾ ആ ട്യൂണിന് ഒപ്പിച്ച് പാടാനായിട്ട്, ഋതമനുസരിച്ച് പാടാനായിട്ട് നമ്മുടെ സ്വന്തമായ കടുംപിടുത്തത്തെ പറ്റത്തില്ല. നമ്മൾ കുറേ കഴിഞ്ഞ് കൊടുത്തേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇവിടെ മനോഹരമായ പാട്ടുകൾ അവതരിപ്പിക്കുന്നത്. അതാണ് സ്തുതിമധുരമായി, കാരണം ആസ്വാദകരമായിട്ട് തീരുന്നത്. അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കൊന്ന്, കുടുംബജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുവാണെങ്കിൽ അത് വളരെ വളരെ സന്തോഷദായകമായിരിക്കും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ഈ കഴിഞ്ഞ തവണ ഞാൻ ഒരു പള്ളി പ്രോഗ്രാമിന് പോയിട്ട് പോന്നപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞു. കൊല്ലത്തൊരു പ്രോഗ്രാമിന് പോയിട്ട് വന്നതാണ്. അവിടുത്തെ പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരാളിനോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, സാറേ നിങ്ങളുടെ ഇവിടെയൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഉണ്ട്? ഞങ്ങളുടെ ഇവിടെയൊക്കെ വലിയ ആഘോഷമാണ്. ഞാനോർത്ത് അവിടെയൊന്നും കാണത്തില്ല. അദ്ദേഹം പറയാണ്, ഞങ്ങൾ കരോൾ റൗണ്ട്സ് തുടങ്ങി. തുടങ്ങി 1-ാം തീയതി തൊട്ട് ഞങ്ങൾ കരോൾ റൗണ്ട്സ് തുടങ്ങി. കാരണം ഇല്ല തീരത്തിന്. ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്? ആൾക്കാരൊക്കെ ഉണ്ടോ ഈ കാലം? അദ്ദേഹം പറയുകയാണ്, 100 പേരാണ് കഴിഞ്ഞ രാത്രിയിലുണ്ടാകും. 100 പേര്. 100 പേരെങ്ങനെയാണ് പാടാൻ പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നത് 50 പേര് വാദ്യ ഉപകരണങ്ങൾ കൈകാര്യം ആൾക്കാരാണ്. 50 അത് വരെ നിങ്ങൾ കൂലിക്കുള്ളിൽ വിളിക്കുന്നതാണ് അല്ല, അത് അവരുടെ പള്ളിയിലെ ആൾക്കാർ തന്നെയാണ്. 50 പേര് ക്ലാറിനെറ്റ് മുതലുള്ള ഉപകരണങ്ങൾ വായിച്ച് പോവുകയാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ അത് ആൾക്കാർ കേൾക്കാൻ പറ്റിയ ആൾക്കാർ ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയാണ്, ഇവര് നമ്മുടെ പാട്ട് കേൾക്കാൻ ആൾക്കാർ ഇഷ്ടം പോലെ ഞങ്ങൾ വിളിക്കുകയാണ്, ഞങ്ങൾ പോകാൻ സമയമില്ലെന്നുള്ളൂ. വളരെ മനോഹരമായി പാടി 100-ലധികം ആളുകൾ എന്ത് ചെയ്യുന്നു, ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസ് പാട്ടുകൾ പാടി പോവുകയാണ്. ഞാനോർത്ത് നമ്മളെക്കാളും മെച്ചമാണ് അവരുടെ. എല്ലാ വീടുകളിലും കരോൾ പാടി പോവുക. പറ്റുന്ന സമയം കിട്ടുന്നില്ലെന്നാണ് അവർ പറയുന്നത്. കാരണം 1 മാസമൊന്നും പോരാ. ഞാൻ പറഞ്ഞു വരുന്നത്, ലോകം മുഴുവൻ നമ്മുടെ ചുറ്റുപാടും വളരെ ആഘോഷമായിട്ട് ഇത് കൊണ്ടാടുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ ഈ ആഘോഷം നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ അറിയാതെ ലോകത്തിന് നൽകുന്നൊരു സന്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, രക്ഷകൻ ദൈവപുത്രൻ ജാതം ചെയ്തു എന്നുള്ളതാണ്. ദൈവപുത്രൻ ജാതം ചെയ്തിരിക്കുന്നു. അത് നമ്മൾ അറിയാതെ ലോകത്തിന് നൽകുന്ന, പലപ്പോഴും അറിഞ്ഞും ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ്. അതുകൊണ്ട് യേശുവുമായിട്ടുള്ള ആ ബന്ധത്തിലുള്ള എല്ലാവർക്കും വളരെ ധൈര്യമായി ആഘോഷിക്കാൻ പറ്റിയ ഒരേ ഒരു ആഘോഷം എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് ആഘോഷമാണ്, അല്ലെങ്കിൽ ദൈവപുത്രൻ്റെ ജന്മദിനം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ അർത്ഥത്തിൽ അത് നമുക്ക് പാടാം, ആഘോഷിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർവ്വജനത്തിനുണ്ടാവുന്ന ഒരു മഹാസന്തോഷം എന്നാണ് നമ്മൾ ഈ നോട്ടീസിൻ്റെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സർവ്വജനത്തിനുണ്ടാവുന്ന ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവെന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 എന്നീ വാക്യങ്ങളാണ്. എല്ലാ ജനത്തിനുമുള്ള സന്തോഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് എൻ്റെ അഭിപ്രായം. അത് നമ്മളൊന്ന് എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നമ്മൾ അനുഭവിക്കാനായിട്ടൊന്ന് ശ്രമിക്കണം. യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ് നമുക്ക് ഒരു സന്തോഷമായിട്ട് തീരുന്നുണ്ടോ, അതോ അതിന് തടസ്സം വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. സർവ്വജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷമെന്ന് ദൈവവചനം ഉദ്ഘോഷിച്ചുവെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. അത് നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ലെങ്കിൽ അത് ഇതിൻ്റെ കുഴപ്പമല്ല, വചനത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും ദൈവപുത്രൻ വരാൻ ആരാണ് കാരണം? യഥാർത്ഥത്തിൽ നമ്മളൊക്കെ തന്നെയാണ്. നമ്മുടെ കുരുത്തക്കേടാണ് എന്ത് ചെയ്തത്? നമ്മുടെ കുരുത്തേട് കാരണമാണ് ദൈവം ഇങ്ങനെ ഭൂമിയിലേക്ക് വരാനിടയായി. കഷ്ടപ്പാടുകൾ വളരെ വലുതാണ്. ഞങ്ങളുടെ ഡയസിസ്, ഈശോയുടെ ഡയസിസിൽ ഈ
ഈസ്റ്ററിൻ്റെ സമയത്തൊരു പ്രോഗ്രാമാണ്. ഈസ്റ്റർ പാജൻ്റ് എന്നാണ് പറയുന്നത്. ഈസ്റ്റർ പാജൻറ്റ് ക്രിസ്മസിൻ്റെ മറ്റൊരു ഇതാണ്. അതിന് വലിയ ആൾക്കാരൊന്നുമില്ല, വലിയ പാട്ടും എഴുത്തുമൊന്നുമില്ല, വളരെ ചുരുക്കം കായിക സംഘങ്ങൾ മാത്രമേ വരാറ്. ദൈവപുത്രൻ നമ്മുടെ കുരുത്തക്കേടുകൾക്ക്, നമ്മുടെ കുസൃതികൾക്ക് പരിഹാരം വരുത്തുവാൻ ഇങ്ങോട്ട് വന്നതാണ്. അതത്ര നമ്മളിപ്പോൾ പാടുന്നത് അത്ര വലിയ സന്തോഷകരമായിരുന്നില്ല. പലപ്പോഴും നമ്മളെ ഭയപ്പെടുത്തുന്നതും നമ്മളെ അല്ലെങ്കിൽ ഈ ദൈവപുത്രനെ വേദനപ്പെടുത്തിയതും ഗസമനെ പ്രാർത്ഥന കഴിയുമെങ്കിൽ ഇത് നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയും അതിൻ്റെ കാഠിന്യം അറിയാം, ആ കടന്നുപോയ വഴിയുടെ വേദന അറിയാം. അത് നമ്മളാണ് ഇതിനൊക്കെ കാരണക്കാർ. തീർച്ചയായിട്ടും അത് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. അത് മാറ്റാൻ വേണ്ടിയാണ്, അത് മാറിയാൽ മാത്രമേ നമുക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ സാധിക്കൂ. നമ്മൾ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരോട് ഇരിക്കുന്ന കൂടുതൽ ആൾക്കാർ, അത് ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ശരിക്ക് അത് ഈണം വിട്ടുകയും കേടുപാടുകൾ മാറണം. റൈറ്റായിട്ട് വളരെ നല്ല ട്യൂണിൽ മറ്റേതെങ്കിലും അതിൻ്റെ മാസ്റ്റർ ട്യൂണുമായിട്ട് അതിന് ട്യൂൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവവുമായുള്ള ബന്ധം ഒന്ന് നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മെച്ചപ്പെടുത്തുക എന്ന് മാത്രമല്ല, ദൈവവുമായുള്ള ബന്ധം, ദൃഢമായുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ സന്തോഷം അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇടയന്മാരുടെ തിരിച്ചു പോക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, അവരവിടെ ബന്ധപ്പെട്ട് ചെന്നു, യേശു കുഞ്ഞിനെ കണ്ടു, കാഴ്ചകളൊക്കെ അവരുടെ സന്ദേശങ്ങളൊക്കെ അവർ കേട്ട സന്ദേശങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം അവർ തിരികെ പോയപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ തിരികെ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് യേശുവുമായുള്ള ബന്ധം. യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് ഉണ്ടായ ആ ഒരു ദൈവപുത്രനുമായുള്ള ബന്ധത്തിൽ അവർക്ക് ലഭിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ക്രിസ്മസ് ആഘോഷത്തിലും പങ്കെടുത്തതിന് ശേഷം തിരികെ പോകുമ്പോൾ നമുക്കും ആ ഒരു സന്തോഷം ഉണ്ടാകണം. തിരികെ പോകുമ്പോഴാണ് ആ സന്തോഷം നമ്മിൽ പ്രകടമാകേണ്ടത്. അതങ്ങനെ പ്രകടമാകട്ടെ. കട്ടപ്പനയിൽ ഈ ഐക്യ ക്രിസ്മസ്, സംയുക്ത ക്രിസ്മസ് സമ്മേളനങ്ങൾ, ആഘോഷങ്ങൾ ഇനിയും അനേക വർഷം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നിലനിൽക്കട്ടെ. അത് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ വളരെ വലിയ ഒരു സന്തോഷം പ്രദാനം ചെയ്യട്ടെ. സന്തോഷത്തിന് തടസ്സമായി നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന എല്ലാവിധമായ തിന്മകളെയും അത് കണ്ടെത്താനും അത് മാറ്റുവാനുള്ള അവസരമായി ഇത് തീരട്ടെ. അങ്ങനെ ദൈവപുത്രൻ്റെ ജന്മദിനം, അതിന് സാക്ഷ്യം വഹിക്കുന്ന ഞാനും നിങ്ങളും അതിലെ പങ്കാളികളായി അതിൽ ഉൾപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ മാറ്റം വരുത്തുവാൻ, ഈ സന്തോഷം നമുക്ക് നൽകുവാൻ ഇടയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവിധമായ വളരെ സന്തോഷപൂർണ്ണമായ ആഹ്ലാദപൂർണ്ണമായ ഒരു ക്രിസ്മസ് ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. അതോടൊപ്പം ഇത്രയും ഐശ്വര്യപൂർണ്ണമായ ഒരു പുതുവത്സരവും ദൈവനാമത്തിൽ ഞാൻ നിങ്ങൾ നേരുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാണ്.